ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഞാനിന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസം കേട്ടോ. മോന് 8 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ ഇതാ വരട്ടാൻ വെച്ചേക്കണു. ചോറ് ഇതാ ചെറുപയർ വേവിച്ച് വെച്ചേക്കണം കേട്ടോ കുക്കറിൽ. അപ്പോൾ ചെറുപയർ കറിയും ചിക്കന് ഒന്ന് വരട്ടിയെടുക്കാനും പിന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഇതാകെ പരന്ന് കിടക്കുക കേട്ടോ. ഓന് പോയതിൻ്റെ ശേഷമുള്ളൂ ഇതൊക്കെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഒരാൾ കണ്ട ഗൈസ് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്ന് കിടന്നിക്കുകയാണ് കേട്ടോ. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കും. ഞാനെവിടെ കിടക്കണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണത്. നമുക്ക് ചെറുപയർ കറി തൂമിച്ചെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ടെടുക്കുക. പരിപ്പ്, കടല, പയർ ഇങ്ങനത്തെ ഒന്നും കടുവില്ലാണ്ട് വെറും ഉള്ളി ഇട്ടിട്ട് തൂമിക്കണം കേട്ടോ. നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് വാർത്തെടുക്കാം. അങ്ങനെ ചെറുപയർ കറിയും അയക്കുന്നു. അപ്പം ഞാൻ ഒരു ഷർട്ട് ഇസ്തിരി ഇടട്ടെ. അപ്പം നമ്മൾ ദോശ ചുടട്ടെ. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. അവനെ കുടിച്ചതിൻ്റെ ബാക്കി ഉമ്മാക്ക്. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞടുക്കള വൃത്തിയാക്കി വെച്ചേക്കണം കേട്ടോ. പണികളൊക്കെ ഒരുങ്ങി, അടുക്കളപ്പണികളൊക്കെ ഒരുങ്ങി കേട്ടോ. ചോറും കറിയൊക്കെ ആയി. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അലക്കിയത് തോരടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്കൊരു കുഞ്ഞ് പൂ വിരിഞ്ഞിക്കണം കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാൻ. അപ്പം നമുക്കൊരു ചെടി നടാം കേട്ടോ. ഇതാദ്യം ചെടി നട്ടിന്നൊരു ചട്ടിയാണ്. അപ്പോൾ ഈ മണ്ണ് നമുക്ക് അടിയൊക്കെ ഉറച്ചിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വെള്ളം നനഞ്ഞിട്ടേ ആകെ അടി ഉറച്ചിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിട്ട് ആദ്യമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കല്ലുകളൊക്കെ ഇതിൽക്കന്നെ വാരി. അപ്പോൾ ഈ മണ്ണ് അതിൽക്കന്നെ ഇട്ടോ കേട്ടോ. ചട്ടക കണ്ടോ, പിടി പോയിക്കണു കേട്ടോ. ഈ ചെടിയാണ് കേട്ടോ ഞാൻ നടണം. ഇത് ആ കാട്ടിൽ പോയിട്ടാണ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണാക്കി കൊടുത്തിട്ട് ചെടി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ചെടിയൊക്കെ നട്ട് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഇവിടെ കൊടുന്ന് വെച്ചേക്കുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ തുണികളൊക്കെ തോരട്ട് വന്നിക്കണം കേട്ടോ. ആ കറുത്ത് കാണുന്നുണ്ടോ നിങ്ങൾ? ആറ്റ് നൂറ്റ് എന്ന് പറഞ്ഞ മാതിരി ഉണ്ടായതാണ് കേട്ടോ. 3 എണ്ണം ഉണ്ടാവണുണ്ട്. തിരുമണ ഒച്ചയൊക്കെ കേൾക്കണില്ലേ? ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസും കൊടുക്കുക കേട്ടോ. അല്ലാതെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അസ്സലാമു അലൈക്കും.